അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യത്തെ വീഡിയോ ഒരു 9 മണിക്കൂർ ഹെക്ടിക് വർക്കിന് ശേഷം പഠിക്കാൻ പറ്റുമോ എന്ന് നോക്കാനുള്ളൊരു വീഡിയോ. സോ അത് ഞാൻ പ്ലാൻ ചെയ്ത് തലേന്നൊരു 10:42 ആയപ്പോൾ തന്നെ ഉറങ്ങി. രാവിലെ 4 മണിക്ക് എണീക്കണമെന്ന് വിചാരിച്ചു. എണീറ്റ് 5:15 എന്നിട്ട് ബെഡൊക്കെ ഒതുക്കി വെച്ചു. ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ലിങ്ക് വന്നിട്ടുണ്ടോ നോക്കി. പതിവ് പോലെ അമ്മയെ വിളിച്ചു. പെട്ടെന്ന് പോയി കുളിച്ച് റെഡിയായിട്ട് വരാമെന്ന് കരുതി കുളിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിറങ്ങി. എൻ്റെ ഫ്ലോറിൽ നിന്ന് 2 ഫ്ലോർ താഴെ ഇറങ്ങിയാലേ എനിക്ക് കുളിക്കാൻ പറ്റൂ. അങ്ങനെ ആ ഇരുട്ടത്ത് താഴോട്ടൊക്കെ ഇറങ്ങിപ്പോയി. ഞാൻ വിചാരിച്ചു എന്തായാലും പഠിക്കണം. 3 ദിവസമായി ഞാൻ പുതിയ ജോബിന് കയറിയിട്ട് ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല. പെട്ടെന്ന് കുളിച്ചിട്ട് വന്നിട്ട് ഡ്രസ്സൊക്കെ ചെയ്തു. പെട്ടെന്ന് ഒരുങ്ങി ഞാൻ ക്ലാസ്സിന് കയറാമെന്ന് കരുതി. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ ഉടനെ എനിക്ക് ഓഫീസിൽ പോകാമല്ലോ. അങ്ങനെ ഒരുങ്ങി ഒരു 6:15 ആയപ്പോൾ ഞാൻ റെഡിയായിട്ട് 6:30 ഞാൻ ക്ലാസ്സിന് കയറി. ഓൺലൈൻ ക്ലാസ് ആണ്. ഇന്ന് TP ആക്റ്റാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ സാറിൻ്റെ ക്ലാസ്. അടിപൊളിയാണ്. സാറ് മുത്താണ്. അതിന് ശേഷം താഴെ പോയി ഫുഡൊക്കെ എടുത്തു. എന്നിട്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞു. വെള്ളമൊക്കെ നിറച്ചു. എന്നിട്ട് ഒരു 9:15 ആയപ്പോൾ ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങി. സോ ഒരു ഹെക്ടിക് ഡേ ആണ് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. വളരെ ഹെക്ടിക് ആയിട്ടുള്ള ഡേ ആയിരുന്നു. ഒരു 6:30 വരെ പേപ്പേഴ്സുമായിട്ടൊരു യുദ്ധമായിരുന്നു. അതിനുശേഷം 6:30 ആയപ്പോൾ ഞാൻ ഇറങ്ങി. എന്നിട്ട് തിരിച്ചെത്തിയപ്പോൾ ഒരു 6:48 ആയി. അതിനുശേഷം റെഡി ആയിട്ടൊക്കെ വന്നിട്ടൊരു 8:53 ആയപ്പോൾ ഞാൻ പഠിക്കാനിരുന്നു. നല്ല ടയേർഡാണ്, കഴുത്ത് വേദനയൊക്കെ ഉണ്ട്. പക്ഷെ പഠിച്ചേ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. കാരണം 10 ദിവസത്തെ ഒരു ഇൻ്റർവ്യൂ പെൻഡിങ് ആണ്. ഒക്കുന്ന പോലെയൊക്കെ പഠിച്ചു. ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പ് YPT ആണ്. അത് യൂസ് ചെയ്തു. ഞാനിത് ട്രേസ് ചെയ്തപ്പോൾ മൊത്തം ഒരു 45 മിനിറ്റ്സേ പഠിച്ചോളൂ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക്സ്, എങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവോൾവ് ചെയ്തു, അതും പിന്നെ നമ്മുടെ ക്രിമിനൽ നടപടി നിയമത്തിൽ എങ്ങനെയാണ് മജിസ്ട്രേറ്റിൻ്റെ മുൻപിൽ കള്ള ഡോക്യുമെൻ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്താൽ കേസ് എടുക്കുന്നത്, ആ 2 പോർഷനാണ് ഞാൻ പഠിച്ചത്. ഏതാണ്ട് ഒരു 11:30 വരെയൊക്കെ ഞാൻ പഠിച്ചു. അപ്പോൾ പണ്ട് വീട്ടുകാരൊക്കെ പറയും കഷ്ടപ്പെട്ടാണ് ജോലി എടുക്കുന്നതെന്ന്. അപ്പോൾ ജോലി വളരെ കഷ്ടപ്പാടുള്ളതാണ് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഇത്രയും ഹെക്ടിക് ആയിട്ടുള്ള വർക്കാണെങ്കിലും പഠിച്ചേ പറ്റൂ എന്ന് കരുതി പഠിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ അമ്മമാരെയൊക്കെ ഞാൻ അതിയായി ഓർക്കുന്നു. കാര്യം അവരൊക്കെ ഓഫീസ് വർക്ക് കഴിഞ്ഞൊന്ന് ജോലി ചെയ്യുമ്പോൾ ഇവർക്ക് എന്താ വർക്ക് എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. ഇപ്പോൾ സ്വന്തമായിട്ട് ചെയ്തപ്പോൾ അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ജോലിയൊന്നും ചെയ്യണ്ടെങ്കിൽ പോലും അങ്ങനെ എന്തായാലും അത്യാവശ്യം ഞാൻ പഠിച്ചു. എന്നിട്ട് ഒരു 11:30 ആയപ്പോൾ നിർത്തി. എന്നിട്ട് 12 മണിയൊക്കെ ആയപ്പോൾ ഉറങ്ങി.